ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇംഗ്ലീഷിലെ പുതിയ സിലബസ് അനുസരിച്ച് ഫസ്റ്റ് ചാപ്റ്റർ ഹാഫ് എ ഡേ. അത് എഴുതിയത് നജീബ് മുഫൂസ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. proceeded എന്ന് വെച്ചാൽ മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയി. എലോങ് മൈ ഫാദർ, എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ മുന്നോട്ട് പോയി. ക്ലഞ്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, അച്ഛൻ്റെ വലത്തെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വേഗത്തിൽ നടക്കുകയാണ് അച്ഛൻ. കാല് നീട്ടി വെച്ച് വളരെ വേഗത്തിലാണ് അച്ഛൻ നടക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആ വേഗത്തിലുള്ള നടത്തേക്കൊപ്പം എത്താൻ വേണ്ടി ഈ കുട്ടി ഓടുകയാണ് അച്ഛൻ്റെ കൈയും പിടിച്ച്. ഓൾ മൈ ക്ലോത്ത്സ് വർ ന്യൂ, എൻ്റെ വസ്ത്രങ്ങളെല്ലാം പുതിയതാണ്. ദ ബ്ലാക്ക് ഷൂസ്, കറുത്ത ഷൂസ്. ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം, പച്ച കളറിലുള്ള സ്കൂൾ യൂണിഫോം. ആൻഡ് ദ റെഡ് ടാർബൂഷ് എന്ന് പറഞ്ഞാൽ റെഡ് കളറിലുള്ള തൊപ്പിയാണ്. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ്, അപ്പോൾ പുതിയ ഉടുപ്പൊക്കെ ഇടുമ്പോൾ നമുക്കൊരു സന്തോഷം കാണുമല്ലോ. ഡിലൈറ്റ് എന്ന് വെച്ചാൽ സന്തോഷമാണ്. അപ്പം ആ പുതിയ ഉടുപ്പ് ഇട്ടതിൻ്റെ സന്തോഷം. ഹൗ എവർ വാസ് മിക്സഡ്, എന്നിരുന്നാലും മിക്സഡ് ആയിരുന്നു എന്ന് വെച്ചാൽ അത്രമാത്രം സന്തോഷമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഫോർ ദിസ് വാസ് നോട്ട് ഫീസ് ഡേ, എന്തുകൊണ്ടാണ്, ഇതൊരു പെരുന്നാൾ ദിവസമൊന്നും അല്ലല്ലോ. സാധാരണ നമുക്കൊരു ഓണത്തിന് അല്ലെങ്കിൽ ഒരു പെരുന്നാളിനൊക്കെ ആണല്ലോ നമ്മൾ പുതിയ വസ്ത്രങ്ങൾ ഇടുന്നത്. അപ്പോൾ ഇതങ്ങനെ വിശേഷപ്പെട്ട ഫീസ് ഡേ ഒന്നും അല്ലല്ലോ, സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എങ്ങനെ സന്തോഷം കാണും. അതുകൊണ്ട് സന്തോഷമൊന്നും അധികം ഉണ്ടായിരുന്നില്ല പുതിയ ഉടുപ്പിട്ടിട്ട്. ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം, പക്ഷേ ഇത് ഏത് ദിവസമാണ്, ഈ ദിവസം എന്നെ കാസ്റ്റ് ഇൻ ടു വെച്ചാൽ സ്കൂളിൽ കൊണ്ടങ്ങ് സ്കൂളിൽ വിടാൻ പോവുകയാണ്. ഈ കുട്ടിക്ക് ഒട്ടും ഇഷ്ടമില്ല സ്കൂളിൽ പോകാനായിട്ട്, പക്ഷേ അച്ഛൻ സ്കൂളിൽ കൊണ്ട് ചേർക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, സ്കൂളിൽ കൊണ്ട് തള്ളിയിടാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ സന്തോഷം കാണും. ഒന്നുകൂടെ വായിക്കാം. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. All my clothes were new, the black shoes, the green school uniform, and the red tarbush. My delight in my new clothes, however, was mixed, for this was not feast day, but the day on which I was to be cast into school for the first time. My mother stood at the window watching us. അമ്മയാണെങ്കിൽ വിൻഡോയിലൂടെ ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആൻഡ് ഐ വുഡ് ടേൺ ടുവാർഡ് ഹർ ഫ്രം ടൈം ടു ടൈം, ഞാൻ കൂടെ തിരിഞ്ഞ് നോക്കും അമ്മയെ. അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്, അമ്മ ഒന്ന് രക്ഷിക്കണേ എന്നിങ്ങനെ അപേക്ഷിക്കുകയാണ് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട്. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ്, ഒരു സ്ട്രീറ്റിൽ കൂടെ നമ്മൾ പോയി. ലൈൻഡ് വിത്ത് ഗാർഡൻസ്, ആ സ്ട്രീറ്റിൽ ആ ഒരു വഴിയിൽ മൊത്തം ഗാർഡൻസ് ആയിരുന്നു. ലൈനായിട്ട് പലതരത്തിലുള്ള പൂന്തോട്ടങ്ങളുണ്ടായിരുന്നു. ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. അപ്പോൾ അവിടെ വളരെ വിശാലമായ പാടങ്ങളുണ്ടായിരുന്നു. അവിടെ പ്ലാന്റ് ചെയ്തിട്ടുള്ള ക്രോപ്സ് എന്തൊക്കെയാണ്, പിക്ലി പിയർ മുൾച്ചെടികളുണ്ട്. ഹെന്ന ട്രീസ് ഉണ്ട്. ഹെന്ന എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ചെടി. അതുപോലെ തന്നെ ആൻഡ് എ ഫ്യൂ ഡേറ്റ് പാംസ് ഈന്തപ്പഴം, ഇതെല്ലാം അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു തോട്ടത്തിൽ കൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. വൈ സ്കൂൾ, ഐ ചാലഞ്ച് മൈ ഫാദർ ഓപ്പൺലി, ഞാൻ അച്ഛനോട് ചോദിച്ചു എന്തിനാ സ്കൂള്. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോ യു, ഞാൻ അച്ഛനെ എന്തെങ്കിലും കാര്യത്തിന് ശല്യം ചെയ്തിട്ടുണ്ടോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ സ്കൂളിൽ കൊണ്ട് എന്നെ വിടുന്നത് എന്നാ കുട്ടി ചോദിക്കുകയാണ്. ഐ എം നോട്ട് പണിഷിങ് യു ആം ഐ, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ, അങ്ങനെയാണോ എന്ന് അച്ഛൻ ചോദിച്ചു, ലാഫിങ്. അപ്പോൾ അച്ഛൻ ഇത് കേട്ടപ്പോൾ ചിരി വന്നു. സ്കൂൾസ് നോട്ട് എ പണിഷ്മെൻറ്റ്, സ്കൂൾ ഒരു ശിക്ഷയൊന്നുമല്ല. ഇറ്റ്സ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. സ്കൂൾ എന്താണ്, ഒരു ഫാക്ടറിയാണ്. എന്താ അവിടെ ഉണ്ടാക്കുന്നത്, കുട്ടികളിൽ നിന്ന് നല്ല ഉപയോഗമുള്ള മനുഷ്യരാക്കി കുട്ടികളെ മാറ്റുകയാണ് ചെയ്യുന്നത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ. ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്, നിനക്ക് വലുതാവണ്ടേ എന്നിങ്ങനെ അച്ഛൻ കുട്ടിയോട് ചോദിച്ചു. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്, അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വിശ്വാസമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ tearing me away from the intimacy of my home and throwing me into this building. It looked like huge high-walled fortress, stern and grim. I was not convinced.
അപ്പോൾ എന്താ, ഈ കുട്ടിക്ക് ഇത് അച്ഛൻ പറഞ്ഞു കേട്ടിട്ട് വലിയ വിശ്വാസമൊന്നും തന്നെ തോന്നിയില്ല. ഐ ഡി നോട്ട് ബിലീവ് ദ വാസ് റിയലി എനി ഗുഡ്. അതായത് എന്താ, ഇതിൽ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യമുണ്ട് എന്ന് ആ കുട്ടിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ, ഈ കുട്ടിയെ ഇങ്ങനെ വീട്ടിൻ്റെ ഇൻറ്റിമസി, വീടുമായിട്ട് വളരെ അടുപ്പം, ഇൻറ്റിമസി എന്ന് വെച്ചാൽ അടുപ്പമാണ്, വീടുമായിട്ട് ഒത്തിരി അടുത്ത് കഴിയുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ എന്താണ്, ത്രോയിങ് മീ ഇൻ ടു ദ ബിൽഡിങ്, ആ ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അതിൽ ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഈ കുട്ടിക്ക് ഒരു വിശ്വാസം തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ നല്ല ഉപയോഗമുള്ള ഒരു വ്യക്തിയായി മാറും, വലിയൊരാളായി മാറും എന്നുള്ളതിൽ ഈ കുട്ടിക്ക് വിശ്വാസം ഒന്നും തന്നെ തോന്നിയില്ല. ഇറ്റ് ലുക്ക് ലൈക്ക് ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ്. അതായത് ആ ബിൽഡിംഗ് എങ്ങനെയാണ് തോന്നുന്നത്, ഹ്യൂജ്, വലിയ വളരെ പൊക്കമുള്ള മതിലുകളൊക്കെ ഉള്ള ദൃഢവും കഠിനവുമായ, സ്റ്റേൺ എന്ന് വെച്ചാൽ ദൃഢവും കഠിനവുമായ ഒരു കെട്ടിടമായിരുന്നു ആ ബിൽഡിംഗ്. വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ്, നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ വി കുഡ് സീ ദ കോർട്ട് യാർഡ് വാസ്റ്റ് ആൻഡ് crammed full of boys and girls. Go in by yourself, said my father, and join them. Put a smile on your face and be a good example to others, won't you? അപ്പോൾ നമ്മൾ എവിടെ എത്തി, അവിടെ ആ സ്കൂളിൻ്റെ മുറ്റത്തെത്തി. അവിടെ എത്തിയപ്പോൾ നല്ല വാസ്റ്റ് ആയിട്ടുള്ള, നല്ല വിശാലമായ ഒരു മുറ്റമായിരുന്നു അവിടെ എന്താണ്, കുട്ടികൾ, അതായത് തിങ്ങി നിറഞ്ഞ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ക്രാംഡ് എന്ന് വെച്ചാൽ തിങ്ങി നിറയെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആ സ്കൂൾ ഗ്രൗണ്ടിൽ. ഗോ ഇൻ ബൈ യുവർ സെൽഫ്, നീ ഒറ്റയ്ക്ക് പോകൂ, സെഡ് മൈ ഫാദർ, അച്ഛൻ പറഞ്ഞു. ആൻഡ് ജോയിൻ ദം, ആ കുട്ടികളുടെ ഒപ്പം അവരുമായിട്ട് ചേരൂ. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, ചിരിക്കൂ എന്ന് അച്ഛൻ പറഞ്ഞു. ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്, വോണ്ട് യു, എന്നിട്ട് മറ്റുള്ളവർക്ക് നീ ഒരു മാതൃകയായി മാറൂ എന്ന് അച്ഛൻ പറയുകയാണ്. അങ്ങനെ ആവില്ലേ എന്നും അച്ഛൻ ചോദിക്കുന്നു. I hesitated and clung to his hand, but he gently pushed me from him. Be bold, he said. Today you truly begin life. You will find me waiting for you when it's time to leave. അപ്പോൾ എന്താ, ഐ ഹെസിറ്റേറ്റഡ് എന്ന് വെച്ചാൽ ഞാൻ മടിച്ചു നിന്നു ഈ കുട്ടി. ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്, വീണ്ടും അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ച് ഇരിക്കുക. ബട്ട് ഹീ ജെൻലി പുഷ് മീ ഫ്രം ഹിം, അപ്പോൾ അച്ഛൻ പതുക്കെ തള്ളിയിട്ട് ഈ കുട്ടിയെ പതുക്കെ തള്ളി. എന്താണ്, എന്നിട്ട് പറഞ്ഞു ബി ബോൾഡ്, നല്ല ബോൾഡ് ആവാൻ പറഞ്ഞു. ഹീ സെഡ് ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്, ഇന്നാണ് നീ ജീവിതം തുടങ്ങുന്നത്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്, സ്കൂൾ വിടുമ്പോൾ ഞാൻ നിന്നെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും, അപ്പം നീ പോകാൻ പറഞ്ഞു അച്ഛൻ. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ്, ദെൻ സ്റ്റോപ്ഡ് ആൻഡ് ലുക്ക്ഡ് ബട്ട് സോ നത്തിങ്. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. I did not know a single one of them. None of them knew me. I felt like I was a stranger who had lost his way. But glances of curiosity were directed towards me, and a boy approached and asked, "Who brought you?" "My father," I whispered. "My father is dead," he said quite simply. I took a few steps, then stopped and looked. ഞാൻ കുറച്ച് നടന്നു, എന്നിട്ട് പെട്ടെന്ന് നിന്നു, എന്നിട്ട് നോക്കി. ബട്ട് സോ നത്തിങ്, പക്ഷെ ഒന്നും കണ്ടില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. അപ്പോഴത്തേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളുടെയും മുഖം ഞാൻ അവിടെ കണ്ടു. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. ഇപ്പോൾ നോക്കിയപ്പോൾ ആരെയും, ഒരാളിനെ പോലും അറിയത്തില്ല. നൺ ഓഫ് ദം ന്യൂ മീ, ആർക്കും എന്നെ അറിയില്ല. ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. വഴി തെറ്റിയ ഒരു അപരിചിതനെ പോലെ എനിക്കപ്പോൾ ഫീൽ ചെയ്തു. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി, ഗ്ലാൻസസ് എന്ന് വെച്ചാൽ നോട്ടം, ക്യൂരിയോസിറ്റി താല്പര്യം, പക്ഷേ എന്താ, താല്പര്യത്തോടെയുള്ള നോട്ടങ്ങൾ അവന് നേരെ വന്നു. വെർ ഡിറക്റ്റഡ് ടുവേർഡ്സ് മീ. ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ്. അപ്പോൾ ഒരു കുട്ടി ഈ കുട്ടിയെ സമീപിച്ചു, അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഹൂ ബ്രോട്ട് യു, ആരാ നിന്നെ കൊണ്ടുവന്നത്? മൈ ഫാദർ, ഐ വിസ്പേർഡ്, എൻ്റെ അച്ഛൻ. ആ കുട്ടി ശബ്ദം താഴ്ത്തി പറഞ്ഞു, പേടിയാ. മൈ ഫാദർ ഈസ് ഡെഡ്, എൻ്റെ അച്ഛൻ മരിച്ചു. ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി, വളരെ സിമ്പിളായിട്ട് ആ കുട്ടി പറഞ്ഞു. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്, ലെറ്റിംഗ് ഔട്ട് എ pitiable screech. Some of the children burst into tears. The bell rang. A lady came along, followed by a group of men. The men began sorting us into ranks.
ഐ ഡി നോട്ട് നോ വോട്ട് ടു സേ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ അച്ഛൻ മരിച്ചു എന്ന് സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ എന്ത് മറുപടി കൊടുക്കണമെന്ന് ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു. ആ കുട്ടി ഒന്നും പറഞ്ഞില്ല. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്. ആ സമയമായപ്പോൾ ഗേറ്റ് അങ്ങ് ക്ലോസ് ചെയ്തു. ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. പിറ്റിയബിൾ എന്ന് വെച്ചാൽ വളരെ ദയനീയമായ ഒരു അലർച്ചയോടുകൂടിയാണ് ആ ഗേറ്റ് അടഞ്ഞത്. സം ഓഫ് ദ ചിൽഡ്രൻ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അപ്പോൾ അത് ഗേറ്റ് അടഞ്ഞ് സൗണ്ട് കേട്ടപ്പോൾ തന്നെ കുറേ കുട്ടികളങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. ദ ബെൽ റാങ്. ബെല്ലും അടിച്ചു. എ ലേഡി കെയിം എലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. അപ്പോൾ ഒരു ലേഡി അവിടെ വന്നു, ഒരു സ്ത്രീ അവിടെ വന്നു. അവരെ ഫോളോ ചെയ്ത് ഒരു കൂട്ടം ആണുങ്ങളും വന്നു. ദ മെൻ ബിഗാൻ സോർട്ടിങ് ആസ് ഇൻ ടു റാങ്ക്സ്. അപ്പം ഈ വന്ന ആണുങ്ങൾ ഈ കുട്ടികളെ അവരുടെ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ തുടങ്ങി. ദിസ് ഈസ് യുവർ ന്യൂ ഹോം സെഡ് ദ വിമൻ. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഹിയർ ദർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അക്നോളജ് ആൻഡ് ലൈഫ്. Dry your tears and face life joyfully, won't you? This is your new home. അപ്പോൾ എന്താ പറഞ്ഞത്? ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. വന്ന വിമൻ പറഞ്ഞു. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടെയും നിങ്ങൾക്ക് അച്ഛനും അമ്മമാരും ഒക്കെ ഉണ്ട്, അച്ഛനമ്മമാരുണ്ട്. ഹിയർ ദർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അക്നോളജ് ആൻഡ് ലൈഫ്. അതായത് ഇവിടെ അറിവ് കിട്ടാനും ജീവിക്കാനും പ്രയോജനകരമായ എല്ലാം നിങ്ങൾക്കിവിടെ കിട്ടും. ബെനിഫിഷ്യൽ എന്ന് വെച്ചാൽ പ്രയോജനകരം എന്നാണ് അർത്ഥം. ഡ്രൈ യുവർ ടിയേഴ്സ്. നിങ്ങളുടെ കണ്ണ് തുടയ്ക്കൂ. ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. എന്നിട്ട് ജീവിതത്തിനെ വളരെ സന്തോഷത്തോടുകൂടി ഫേസ് ചെയ്യൂ. വോണ്ട് യു? അങ്ങനെ ചെയ്യില്ലേ എന്ന് ആ വിമൻ ചോദിച്ചു കുട്ടികളോട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക്